സ്റ്റോളൻ എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ മൂവി ശരിക്കും റിലീസായത് 2023-ലാണ്. ഇതിൽ അഭിനയിക്കുന്നത് അഭിഷേക് ബാനർജി, ശുഭം വർദ്ധൻ, അതുപോലെ തന്നെ മിയ മെൽസർ എന്നിവരാണ്. സോ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ സീനിൽ നിന്നാണ്. സോ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ സീനിൽ ഈ ഒരു ജംബ എന്ന് പറയുന്ന ഈ ഒരു മിയ മെൽസർ ചെയ്യുന്ന ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. അവരുടെ കുഞ്ഞിനെ കാണാതാവുന്നു. അവർക്ക് ഈ ഒരു ശുഭം വർദ്ധൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറിന് മേലൊരു ഡൗട്ടുണ്ട്. സോ അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ചേട്ടനായിട്ട് അഭിഷേക് ബാനർജി ചെയ്യുന്ന ക്യാരക്ടർ വന്നിരിക്കുകയാണ്. സോ അവർ രണ്ടുപേരും ഇതിൽ ഇൻവോൾവ് ആവുന്നു. അവർ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവരും പോലീസുകാരും ഒരുമിച്ച് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു സ്റ്റോളൻ എന്ന് പറയുന്ന ഈ ഒരു മൂവിയുടേത്. സോ ഈ ഒരു മൂവി വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് ആണ്. അത് ഈ ഒരു മൂവി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒരു നറേഷൻ അത്രയും ഗംഭീരമായി വരാൻ ഈ ഒരു സിനിമയുടെ ഡയറക്ടറിൻ്റെ വിഷനും അതുപോലെ തന്നെ ആ ഒരു മേക്കിങ്ങിൻ്റെ ആ ഒരു റിച്ച്നെസ്സുമാണ്. അത്രയും ഗംഭീരമായിട്ടാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു സർവൈവൽ എലമെൻറ്റ്സ് ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ എലമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു മൂവിയിലെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എക്സിക്യൂഷനാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു മേക്കപ്പ് ഉള്ള ഓരോ സീക്വൻസസിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഈ ഒരു സിനിമയുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ കരൺ തേജ്പാലാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം നേരത്തെ ഒരു ബഡ്ലാ ഹൗസ് ഒക്കെ ചെയ്ത ഈ ഒരു നിഖിൽ അദ്വാനിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ എടുത്തു പറയേണ്ട ഒന്നാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ മനസ്സിലോട്ട് വരുമ്പോൾ ജംബ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്ത ആക്ട്രസിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. മിയ മെൽസർ എന്നാണ് ആ ഒരു ആക്ട്രസിൻ്റെ പേര്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു കുഞ്ഞിനെ കാണാതെ വരുന്ന ടെൻഷൻ ആണെങ്കിലും ആ ഒരു സിനിമ ഫുള്ള് അവർ ഹോൾഡ് ചെയ്യുന്ന മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാം തന്നെ ഗംഭീരമായിട്ടാണ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. ഒരു ഷോർട്ട് ഫിലിമിൽ കൂടെയാണ് ആദ്യം വന്നത്. ദ ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിൽ കൂടെയാണ്. അതിൻ്റെ കൂടെ തന്നെ ആക്ടിങ് കോച്ചാണ്. ബിയോണ്ട് ദ ക്ലൗഡ്സ് എന്ന് പറയുന്ന ആ ഒരു മൂവിയിൽ ആക്ടിങ് കോച്ചും അതുപോലെ തന്നെ ആക്ടറുമായിരുന്നു ഈ ഒരു മിയ മെൽസർ. അതിൻ്റെ കൂടെ തന്നെ പിന്നെ കുറേ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോർട്ട് ഫിലിം ദ ഫീൽഡിന് ഒരു അവാർഡ് കിട്ടിയ ഒരു ഷോർട്ട് ഫിലിം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. സോ അതുപോലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ഒരാൾ കൂടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ അഭിഷേക് ബാനർജി. ഈ ഒരു മിർസാപൂർ ഒക്കെ കണ്ട ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഈ ഒരു അഭിഷേക് ബാനർജി ചെയ്ത ആ ഒരു കഥാപാത്രം. സോ അത് എടുത്തു പറയേണ്ട ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകൾ എടുത്തു നോക്കിയാൽ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു ആക്ടറാണ്. ഇവിടെയും ആ ഒരു പതിവ് തെറ്റിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആണ്. ഇദ്ദേഹം അതല്ലാതെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ ഒരു ശുഭം വർദ്ധൻ്റെ ക്യാരക്ടറാണ് ഇതിനെല്ലാത്തിനും റീസൺ ആയിട്ട് മെയിൻ പ്ലോട്ടിൽ വരുന്നത്. മീൻസ് ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ വലിയ ഹൈലൈറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും നല്ല സ്ക്രിപ്റ്റും നല്ലൊരു കിഡിലൻ സ്ക്രീൻ പ്ലേ ഒക്കെ ഉള്ള ഒരു അടിപൊളി മൂവിയാണ് ഈ ഒരു സ്റ്റോളൻ. സോ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ ഈ ഒരു സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ടായിട്ട് വർക്ക് ചെയ്ത് സിനിമയുടെ സ്റ്റോറിയുടെ കൂടെ ഓഡിയൻസും ട്രാവൽ ചെയ്യുന്ന രീതിയിലുള്ള സ്ക്രീൻ പ്ലേ ആണ് ഈ ഒരു ഡയറക്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു മൂവിയുടെ വലിയൊരു ഹൈലൈറ്റ് ആണ്. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് ഈ ഒരു മൂവിയുടെ പ്രധാന ഹൈലൈറ്റ്. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ മൂവി ആമസോൺ പ്രൈം വീഡിയോയിൽ ലഭ്യമാണ്.